ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ന് ഓൾമോസ്റ്റ് സെക്ടേഴ്സ് എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 24,125 273 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 1,014 പോയിൻറ്റ്സ് ഉയർന്ന് 55,304 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 1,316 പോയിൻറ്റ്സ് ഉയർന്ന് 53,974 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 16,773 ക്ലോസ് ചെയ്തപ്പോൾ 363 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. ഇന്ത്യ വിക്സ് ഇന്ന് ക്ലോസ് ചെയ്യുന്നത് 15.51 സെൻസെക്സ് ഇന്ന് 855 പോയിൻറ്റ്സ് ഉയർന്ന് 79,408 ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പും നിഫ്റ്റി സ്മോൾ ക്യാപ്പും എബോവ് 2% റാലിയാണ് നടത്തിയത്. നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, സെൻസെക്സ് എന്നിവ എബോവ് 1% റാലി നടത്തി. DII-FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞ് DII-യും FI-യും ബൈയിങ് മോഡിലായിരുന്നു. DII 246 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII 1,970 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ടെക്കം 5.14% റാലി നടത്തി. ട്രെൻഡ് 4.32% റാലി നടത്തി. ഇൻഡസ്ഇൻഡ് ബാങ്ക് 4.06%, പവർ ഗ്രിഡ് 3.56%, ഹീറോ മോട്ടോകോപ്പ് 3.49%, ബജാജ് ഫിൻസർവ് 3.47%, M&M 3.19%, JSW Steel 3.01%, HCL Tech 2.78% ആൻഡ് കോട്ടക് ബാങ്ക് 2.77% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അദാനി പോർട്സ് 1.27% കുറവാണ് കണ്ടത്. HSC ലൈഫ് 1.12%, ITC 1.01%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 0.97%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.94%, നെസ്ലെ ഇന്ത്യ 0.49%, സൺഫാർമ 0.29%, ഭാരതി എയർടെൽ 0.27%, ജിയോ ഫിനാൻസ് 0.21% ആൻഡ് ഗ്രാസിം 0.17% കുറവാണെന്ന് കണ്ടത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ഏപ്രിലിൽ നിഫ്റ്റി 22,604 അവിടെ നിന്ന് 24,125 ക്ലോസ് ചെയ്തപ്പോൾ 6.73% പ്രോഫിറ്റാണ് ലാസ്റ്റ് 12 മന്ത്സിൽ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 1 നിഫ്റ്റി 23,742 സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് 24,125 നിൽക്കുമ്പോൾ 1.61% പ്രോഫിറ്റാണ് ഈ വർഷം ആകെ കാണിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസത്തെ മുമ്പോട്ടുള്ള റാലിയാണ് ഇന്ന് ഇത് നിഫ്റ്റി പോസിറ്റീവാകാനുള്ള കാരണം. നിഫ്റ്റിയുടെ കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,251 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 683 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG ഒഴികെ ബാക്കി എല്ലാ സെക്ടേഴ്സും നമുക്ക് സ്ക്രീനിൽ കാണുന്ന സെക്ടേഴ്സ് എല്ലാം നല്ല റാലിയാണ് നടത്തിയത്. നിഫ്റ്റി ഓട്ടോ ഒന്ന് 21,826 ക്ലോസ് ചെയ്തപ്പോൾ 452 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 34,640 ക്ലോസ് ചെയ്തപ്പോൾ 843 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. എന്നാൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസിൽ നിന്ന് 363 പോയിൻറ്റ്സ് ഉയർന്ന് 26,435 ക്ലോസ് ചെയ്തു. നിഫ്റ്റി FMCG നിന്ന് 545 പോയിൻറ്റ്സിൻ്റെ കുറവാണ് ഉണ്ടായത്. 56,130 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 108 പോയിൻറ്റ്സ് ഉയർന്ന് 13,819 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 8,728 ക്ലോസ് ചെയ്തപ്പോൾ 95 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി IT 34,134 ക്ലോസ് ചെയ്തപ്പോൾ 762 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി മീഡിയ 1596 ക്ലോസ് ചെയ്തപ്പോൾ 50 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ നിന്ന് 177 പോയിൻറ്റ്സ് ഉയർന്ന് 86,53 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,946 ക്ലോസ് ചെയ്തപ്പോൾ 254 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ഫാർമ 21,351 ക്ലോസ് ചെയ്തപ്പോൾ 224 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6683 ക്ലോസ് ചെയ്തപ്പോൾ 161 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 864 പോയിൻറ്റ്സിൽ ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി എബൌട്ട് 2% നല്ലൊരു റാലിയാണ് നടത്തിയത്. കഴിഞ്ഞ ലാസ്റ്റ് 3 ദിവസം ഹോളിഡേ ആയിരുന്നു. അത് കാരണം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ പോസിറ്റീവിലാണ് ഓപ്പൺ ചെയ്തത്. ഇതാണ് പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത അപ്ഡേറ്റ്സുമായി നമുക്ക് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. ബൈ ഓൾ.